ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് ഫാർമ അക്കാഡമി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ അനലിസ്റ്റ് ഗ്രേഡ് 3യുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം കേരള PSC അനലിസ്റ്റ് ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻസ് കൊടുത്ത് നമ്മളെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അറൗണ്ട് May 5 വരെയാണെന്ന് തോന്നുന്നു അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ലാത്തവർ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കുക. പ്രിപ്പറേഷൻസ് നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഫാർമസിസ്റ്റ് എക്സാം June 20 വരികയാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാം അനലിസ്റ്റ് ഗ്രേഡ് 3യുടെ സിലബസ് നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഡ്യൂസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് നോക്കുക. അതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. അപ്പൊ ഡിപ്ലോമ സ്റ്റുഡൻസിന്റെ പോലെയല്ല നമ്മുടെ ബിഫാംകാരെ പറ്റി അല്ലെങ്കിൽ ബിഫാം എടുത്ത ഒരാൾക്ക് അറിയാം എന്താണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ മേ ബി അപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ സിലബസ് ലേറ്റസ്റ്റ് വന്നപ്പോൾ നമുക്കറിയാം അതിനകത്ത് കുറച്ചും കൂടെ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം 2017 അതായത് 2017 ബാച്ച് മുതല് ബിഫാമിന്റെ സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇയർ സിസ്റ്റത്തിൽ നിന്നും അതൊരു സെം സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ 8 സെമസ്റ്റർ ആയിട്ട് നമുക്ക് പോർഷൻസ് ഡിവൈഡ് ചെയ്താണ് 2017 മുതലുള്ള സ്റ്റുഡൻസ് പഠിച്ചത്. അപ്പൊ അവർ അറൌണ്ട് 2022 മെയ്യിലാണ് അവർ പാസ് ഔട്ട് ആയത്. അപ്പൊ അതിനുശേഷം വന്നവർക്ക് അറിയാം അവരുടെ സിലബസ് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ ലേറ്റസ്റ്റ് എക്സാം ഇപ്പൊ നടന്നിരുന്നല്ലോ. അപ്പൊ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ ബിഫാമിന്റെ സെയിം സിലബസ് ആണ്. അപ്പൊ അതിൽ കുറെ ടോപ്പിക്കുകൾ ഇയർ വൈസ് പഠിച്ചിട്ടില്ലാത്ത ഒത്തിരി ടോപ്പിക്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓപ്ഷണൽ സബ്ജക്റ്റുകളൊന്നും ഉണ്ടാവില്ല, കാരണം അത് പലരും പലതാണ് പഠിച്ചത്. അപ്പൊ അതല്ലാതെ റെഗുലർ സബ്ജക്റ്റുകളിൽ കുറെ ടോപ്പിക്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കുറെ ടോപ്പിക്സ് ഉണ്ട്, എക്സ്ട്രാ കുറെ സബ്ജക്ട് ഉണ്ട്, എക്സ്ട്രാ കുറെ പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പൊ ഒരു വലിയൊരു ഹ്യൂജ് സിലബസ് ആണ് ഇപ്പോഴത്തെ 2022 പാസ് ഔട്ട് ആയ ബിഫാംകാര് മുതൽ പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ആ ഒരു സിലബസിൽ ചേഞ്ചുകൾ വരുന്നത് കൊണ്ട് തന്നെ അനലിസ്റ്റിലും ആ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോ ആ സിലബസ് പുതിയ സിലബസ് റിവൈസ്ഡ് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ യൂഷ്വൽ നമ്മൾ മുമ്പത്തെ അനലിസ്റ്റ് എക്സാമുകളുടെ ഒക്കെ സിലബസ് വെച്ചാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മാറാൻ ചാൻസ് ഇല്ലാത്ത ഇപ്പൊ അനാലിസിസ്, സ്യൂട്ടിക്സ്, കോഗ്നോസി, കോളജി അങ്ങനെയുള്ള ടോപ്പിക്കുകളിലൊന്നും സബ്ജക്റ്റുകളിൽ മാറ്റം വരാറില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ വാസ്റ്റ് സിലബസ് ആണ്. മേ ബി നോട്ടിഫിക്കേഷൻ വരാറാവുമ്പോൾ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സിലബസ് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ അറിയാം കുറച്ച് എക്സ്ട്രാ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഡ്രഗ് ഇൻസ്പെക്ടറിന് അത് ആഡ് ചെയ്തിരുന്നു, അനലിസ്റ്റിന് അത് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അത് പഠിക്കണം. പിന്നെ വളരെ വാസ്റ്റ് സിലബസ് ആണ്. 4 വർഷം കൊണ്ട് ബിഫാംകാർ പഠിച്ച സിലബസ് ആണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. യൂഷ്വലി നമ്മുടെ തിയറട്ടിക്കൽ എക്സാം പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്താലൊന്നും MCQs നമുക്ക് അറ്റൻഡ് ചെയ്യാനോ മാർക്ക് കിട്ടാനോ പറ്റില്ല. അപ്പൊ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ബാലികേറ മല എന്ന് തന്നെ പറയാം. സംഭവം ഒരു 8 to 9 മന്ത് വരെ നമുക്ക് കിട്ടാം, അത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മളൊരു 8 മന്ത് പ്രതീക്ഷിച്ചാൽ മതി, കാരണം ഒരു മാസം നമുക്ക് റിവിഷന് വേണം. അപ്പോൾ ഇപ്പോഴേ കുറേശ്ശെ പഠിച്ചു തുടങ്ങാന്ന് മാത്രമാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ ഫാർമസിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നവരെ അതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കുക. പക്ഷെ ഒരു മണിക്കൂർ, ഒരു 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം അനലിസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. കാരണം വളരെ കുറച്ച് പോയാൽ നമ്മുടെ പയ്യെ തിന്നാ പനിയും തിന്നാന്നുള്ള ഒരു പഴഞ്ചൊല്ലല്ലോ, അത് തന്നെ ഓർത്താൽ മതി. അപ്പൊ വളരെ കുറച്ചായിട്ട് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഒരു ഹ്യൂജ് സിലബസ് നമുക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങളെ സഹായിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി എഡ്യൂസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അനലിസ്റ്റിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിൽ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫാർമക്കോപ്പിയ. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, സം ലിമിറ്റ് ടെസ്റ്റ്, അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ പതുക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. വളരെ ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈസ് ഫാർമക്കോപ്പിയ. അപ്പൊ ഫാർമക്കോപ്പിയ നമ്മുടെ ഹോളി ബൈബിൾ ഓഫ് ഫാർമസി എന്ന് തന്നെ പറയാം. നമ്മുടെ ഫാർമക്കോപ്പിയാസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ മെയിനായിട്ട് പറയുന്നത് അതിന്റെ ഓരോ ഇയറിലെ എഡിഷൻസിന്റെ ഇയറുകൾ, അതിന്റെ അഡൻഡംസ്, സപ്ലിമെന്റ്സ്, അതുപോലെ തന്നെ ഓരോ എഡിഷനിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും അതിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മിറ്റി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1933 ഒരു ഫാർമക്കോപ്പി ഉണ്ടാക്കുന്നതിന് ഡീറ്റെയിൽ ചെയ്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരെ ഒരു ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയും ഇന്ത്യയിലെ വെർണക്കുലർ നൈംസ് ഓഫ് മെഡിസിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവരൊരു ഫാർമക്കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഹിസ്റ്ററി കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഓരോ എഡിഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് എഡിഷനെ പറ്റിയാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്. അപ്പൊ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. കുറച്ച് ഇയറുകൾ, കുറച്ച് ഡിജിറ്റുകൾ, കുറച്ച് പേരുകളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഒരു സിലബസിൽ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം.
ഫാർമകോപ്പിയ. ഫാർമകോപ്പിയ എന്ന് പറയുന്ന ഒരു വേർഡില് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഫോർച്ചുനേറ്റ്ലി അതിന്റെ സ്പെല്ലിംഗ് തന്നെയാണ്. കാരണം പലരും ഒരു ഫാർമ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 75% ആൾക്കാരും തെറ്റിക്കുന്ന ഒരു വേർഡ് തന്നെയാണ് ഫാർമകോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്പെല്ലിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ഭാഗ്യത്തിന് അത് ചിലപ്പോൾ വേണമെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഓക്കെ, ഫാർമകോപ്പിയയുടെ സിലബസ് ഓക്കെ, ആ ഒരു സ്പെല്ലിംഗ്. What is the pharmacopoeia? The term pharmacopoeia is derived from the Greek word that is pharmakon, which means drug or medicine, and pio means to make. അപ്പോൾ pharmacopoeia എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? യെസ്, ഇറ്റ്സ് എ ഗ്രീക്ക് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ യൂഷ്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട് പല വേർഡുകൾ ഗ്രീക്കിൽ നിന്ന്, ലാറ്റിനിൽ നിന്ന്, സ്പാനിഷിൽ നിന്നൊക്കെ നമ്മൾ കടം എടുത്തിട്ടുണ്ട് മെഡിസിനൽ സബ്ജക്റ്റിന്റെ പേരുകളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫാർമകോപ്പിയ എന്ന് പറയുന്ന പേര് ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ദാറ്റ് ഈസ് ഫാർമക്കോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മുടെ ഫാർമകോപ്പിയ എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഗ്രീക്ക് വേർഡ് ആണ്. ആ ഗ്രീക്ക് വേർഡ് ഏതാണ്? ഫാർമക്കോൺ. അപ്പൊ ഫാർമക്കോൺ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് ഡ്രഗ് ഓർ മെഡിസിൻ, ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മുടെ ഫാർമകോപ്പിയ എന്ന് പറഞ്ഞ പേര്. അതുപോലെ തന്നെ പിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക്. അപ്പൊ ഡ്രഗ്സിനെ മേക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ബുക്കാണ് ഫാർമകോപ്പിയ എന്ന് പറഞ്ഞ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഡ്രഗ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ഹാവ് ടു ബി ലേബിൾഡ് വിത്ത് ദ മാൻഡേറ്ററി നോൺ പ്രിപ്പറേറ്ററി വിത്ത് സഫിക്സ് ഓഫ് IP. അപ്പൊ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഡ്രഗുകളിലും നോൺ പ്രിപ്പറേറ്ററി ആയിട്ടുള്ള ഡ്രഗുകൾ, അതായത് ഒരു പ്രൊപ്പറേറ്റർ, അതായത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എല്ലാത്തിനും എന്തായിരിക്കണം? സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിന് ശേഷം വരുന്നതാണ്, നമ്മുടെ ഇനിഷ്യൽ എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ സഫിക്സിൽ IP എന്നുണ്ടായിരിക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് IP? ദാറ്റ് ഈസ് ഇന്ത്യൻ ഫാർമകോപ്പിയ. It provides a collected list of drugs and medicinal substance along with the directions for making preparation from them. അപ്പോ IP-യിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് എ കളക്ടഡ് ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഓർ മെഡിസിനൽ സബ്സ്റ്റൻസുകളെയോ ഡ്രഗുകളുടെ ഒരു ലിസ്റ്റ് ആണ്. അലോങ് വിത്ത് ദ മേക്കിംഗ് പ്രിപ്പറേഷൻ, ഡയറക്ഷൻസ് ടു മേക്ക് എ പ്രിപ്പറേഷൻ ഫ്രം ദം. അതിൽ നിന്നും പ്രിപ്പറേഷൻസ് ഉണ്ടാക്കാനുള്ള ഡയറക്ഷൻസുമാണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇറ്റ്സ് എ കളക്ടഡ് ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ ആൻഡ് ദ ഡയറക്ഷൻസ് ഫോർ മേക്കിംഗ് പ്രിപ്പറേഷൻസ്. ആ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ ഈസ് എ കോംപ്ലിക്കേഷൻ സെറ്റ് ഓഫ് അപ്രോപ്രിയേറ്റഡ് ടെസ്റ്റ്സ് ആൻഡ് ascertain the amount of active substance in the product and confirm the identity, purity and performance of characteristics of the product. പിന്നെ അതിന്റെ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ ഉണ്ട്. ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് അപ്രോപ്രിയേറ്റഡ് ടെസ്റ്റുകൾ. കുറെ ടെസ്റ്റുകൾ ഉണ്ട് അതിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമായിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ദാറ്റ് ascertain, അതായത് ഉറപ്പാക്കുന്നു amount of active substance in the product and confirm the identity, purity and performance characteristics of the product. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ പാരസെറ്റമോൾ IP, അപ്പൊ പാരസെറ്റമോളിന്റെ ക്വാളിറ്റി ഡിറ്റൈൻ ചെയ്യണം. അപ്പൊ അതിന്റെ ascertain the amount of active ingredient, ഇപ്പൊ 500 mg IP ആണെങ്കിൽ അതിൽ 500 mg ഉണ്ട് എന്ന് ഉറപ്പുവാക്കുന്ന കുറച്ച് ടെസ്റ്റുകൾ. അതുപോലെ തന്നെ ഐഡന്റിറ്റി, പാരസെറ്റമോൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന, അതായത് ക്വാളിഫൈ ചെയ്യുന്ന ഒരു അതുപോലെ തന്നെ ടെസ്റ്റ് ഫോർ പ്യൂരിറ്റി, അപ്പൊ +or-0.005 ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോഡക്റ്റ്, അപ്പൊ അത് ഇൻവിവോ ഇൻവിട്രോ ബയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ വെച്ചായിരിക്കും. അങ്ങനെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ എന്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ IP-യിൽ. ദെൻ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ആർ സോ എംപ്ലോയ്ഡ് സച്ച് എ ടെസ്റ്റിംഗ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് മെഡിസിൻസിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി റെഫറൻസ് സ്റ്റാൻഡേർഡുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ IP-യുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. That is pharmacopoeia. Okay, the complication covers starting material, excipients, intermediates and finished pharmaceutical products. പിന്നെ അതിനകത്ത് കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, അതിന്റെ സിന്തസിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഫോർമുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസ്, അതുപോലെ സ്റ്റാർട്ടിംഗ് ആ ഒരു സിന്തസിസ് റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റുകൾ, ദെൻ ഫൈനൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓൾസോ കവർ ദ ജനറൽ റിക്വയർമെന്റ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി ഓഫ് മെഡിസിൻസ് സച്ച് ആസ് അനലിറ്റിക്കൽ മെത്തേഡ്, മൈക്രോബയോളജിക്കൽ പ്യൂരിറ്റി, ഡിസൊല്യൂഷൻ ടെസ്റ്റിംഗ്, സ്റ്റെബിലിറ്റി എക്സെട്ര. പിന്നെ അതിനകത്ത് എന്താണ്? ജനറൽ റിക്വയർമെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓരോ ഡ്രഗിന്റെ ജനറൽ റിക്വയർമെന്റ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി ഓഫ് മെഡിസിൻസ്, അതായത് അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് അസേക്ക് യൂസ് ചെയ്യുന്ന അനലിറ്റിക്കൽ മെത്തേഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ മൈക്രോബയോളജിക്കൽ പ്യൂരിറ്റി ടെസ്റ്റിങ്ങുകൾ, അതായത് നമ്മുടെ ഇൻവിട്രോ ബയോളജിക്കൽ ടെസ്റ്റിങ്ങുകളുണ്ട്. നമ്മുടെ ചിക്കൻ ഇലിയൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിനുള്ള കാര്യങ്ങൾ. ദെൻ ഡിസൊല്യൂഷൻ ടെസ്റ്റുകൾ, എങ്ങനെ ഡിസൊല്യൂഷൻ ഏതിലാണ് ഡിസോൾവ് ചെയ്യുന്നത്, എത്ര ടെമ്പറേച്ചർ വേണം, അങ്ങനെയുള്ള ഡിസൊല്യൂഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓൾസോ ദ സ്റ്റെബിലിറ്റി
ട്രേസബിലിറ്റി ഓഫ് പ്രോഡക്റ്റ്, ഇതെല്ലാം തന്നെ ജനറൽ റിക്വയർമെന്റ് ആയിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആർ പ്രൊവൈഡഡ് ഇൻ ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ, ദാറ്റ് ഈസ് എന്താണ് ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ, അത് ഇഷ്യൂഡ് ബൈ WHO. അപ്പോൾ WHO ദാറ്റ് ഈസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇത്രയാണ് ഫാർമക്കോപ്പിയ എന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. Then, pharmacopoeia is a common tool to be used by the public. It comprises the recommended procedure for analysis, specification for the determination of pharmaceutical substances, excipients and dosage form, and this maintain the quality of medicines. അപ്പോൾ pharmacopoeia എന്ന് പറയുന്നത് എന്താണ്? It is a common tool used by the public. ഒരു പബ്ലിക് യൂസ് ചെയ്യുന്ന കോമൺ ടൂൾ ആണ് pharmacopoeia എന്ന് പറയുന്നത്. It comprises recommended procedure for analysis. അനാലിസിസിന് വേണ്ടിയിട്ടുള്ള recommended procedures. എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്, അത് ഡിസോൾവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ അസേ മെത്തേഡ് ആണെങ്കിൽ ഇൻവിവോ ടൈട്രേഷൻ ആണോ, ഇൻവിട്രോ ആണോ, ഇൻവിട്രോ ആണ് ചെയ്യുന്നതെങ്കിൽ അതായത് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണോ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണോ, അങ്ങനെയുള്ള റെക്കമെൻഡഡ് പ്രൊസീജിയർ ഫോർ അനാലിസിസ്. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസിന്റെ എമൗണ്ട് ക്വാണ്ടിഫൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സിപിയൻസ്, ഡോസേജ് ഫോമുകൾ, എങ്ങനെയാണ് അതിന്റെ മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് മെഡിസിൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ ഫാർമക്കോപ്പിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Then, most of the pharmacopoeia consists of general part which include a test method and general requirement for pharmaceutical substance, and specific part which is designed for in the form of monograph for pharmaceutical substance. പിന്നെ most of the pharmacopoeia എന്താണ്, ഒരു ജനറൽ പാർട്ട് ഉണ്ട്. ജനറൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ഡ്രഗിനെയും പറ്റി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്താണ് ആന്റി കോളിനർജിക് ഡ്രഗ് എടുക്കുന്നു. അപ്പൊ ആന്റി കോളിനർജിക് ഡ്രഗ്സിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആന്റി കോളിനർജിക് ഡ്രഗ് അല്ല അങ്ങനെ ക്ലാസിഫിക്കേഷൻ കൊടുത്തു എന്നല്ല പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഫോർ NSAIDs എടുക്കുന്നു, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ജനറൽ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കും. അതായത് നമ്മുടെ ടെസ്റ്റുകൾ, മെത്തേഡുകൾ, ജനറൽ റിക്വയർമെന്റ്സ്. ഓക്കെ, ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസിന്റെ ടെസ്റ്റ് മെത്തേഡ്, ജനറൽ റിക്വയർമെന്റ്, ദെൻ സ്പെസിഫിക് പാർട്ട്, ഓരോ ഡ്രഗിന്റെ സ്പെസിഫിക് പാർട്ട് ഇൻ ദ ഫോം ഓഫ് എ മോണോഗ്രാഫ്. മോണോഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഡ്രഗിന്റെ ജാതകം അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു ഡ്രഗിന്റെ മോണോഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ഡ്രഗിന്റെ ആധാർ ID അങ്ങനെ നമുക്ക് പറയാം, ആ ഒരു ID പ്രൂഫ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡ്രഗിന്റെ മോണോഗ്രാഫ് ഫോർ ഈച്ച് സബ്സ്റ്റൻസിന് അതെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ ഈസ് പബ്ലിഷ്ഡ് ബൈ ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫാമിലി ആൻഡ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോ ആരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്? ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ. ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ വിച്ച് ഈസ് ദ അതോറിറ്റി ഓർ ഓർഗനൈസ്ഡ് ഏജൻസി which is who are publishing the Indian Pharmacopoeia, which is under Government of India, Ministry of Health and Family Welfare. Ministry of Health and Family Welfare ന്റെ അണ്ടറിൽ Government of India ഏർപ്പെടുത്തിയ ഒരു നോഡൽ ഏജൻസി ആയിട്ടുള്ള ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ ആണ് എന്ത് പബ്ലിഷ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ ക്രൂഷ്യൽ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം എന്താണ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ വരുന്നത്, who are publishing the Indian Pharmacopoeia. Then, Indian Pharmacopoeia is published according to the requirement of Drug and Cosmetics Act 1940. നമ്മുടെ 1940 Drug and Cosmetics Act rules 1945 റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത്, who are under the Ministry of Health and Family Welfare. Then, IP is published to contribute to the maintain the public health through ensuring the quality, safety and efficacy of medicines. It is published at a regular and shorter intervals. അപ്പോ IP പബ്ലിഷ് ചെയ്യുന്ന എന്താണ്, പബ്ലിക് ഹെൽത്തിന്. നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഒരു ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷനിലൂടെ IP പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിന്റെ മെയിൻ എയിം എന്തായിരിക്കും, പബ്ലിക് ഹെൽത്തിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി ഓഫ് മെഡിക്കേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ആൻഡ് റിവൈസ്ഡ് അറ്റ് റെഗുലർ ആൻഡ് ഷോർട്ടർ ഇന്റർവെൽസ്. ഒരു പ്രത്യേക ഇന്റർവെല്ലിൽ, ഒരു റെഗുലർ ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ഷോർട്ടർ ഇന്റർവെല്ലിലാണ് IPC പബ്ലിഷ് ചെയ്യുന്നത്. IP പബ്ലിഷ് ചെയ്യുന്നത് ഫോർ വാട്ട് പർപ്പസ്? ഇറ്റ് ഈസ് മെയിൻലി പർപ്പസ് ഈസ് to ensure the health of public. IP provide well-defined procedure for analysis and specification for the determination of quality of pharmaceutical substances, excipients and dosage forms. Excipients, dosage form, pharmaceutical substance inde quality ensure cheyan vendite well-defined procedures of analysis and specifications is provided by IP. എന്തിനാണ്? To ensure the public health.
Then monograph. What is the meaning of monograph? It consists of an article's description, definition, identification, packaging, storage, specifications and impurities, assays and specific tests, analytical procedures, acceptance criteria and requirements. അപ്പോൾ ഒരു ഡ്രഗിന്റെ ഒരു ID പ്രൂഫ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ത് മോണോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ മോണോഗ്രാഫിൽ എന്താണുള്ളത്? ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് an article's definition. ഒരു ആർട്ടിക്കിളിന്റെ ഡെഫിനിഷൻ അതിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ പാക്കേജിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട്, സ്റ്റോറേജ് കണ്ടീഷൻസ് ഉണ്ട്, സ്പെസിഫിക്കേഷൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ അസ്സേകൾ, സ്പെസിഫിക് ടെസ്റ്റുകൾ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആൻഡ് റിക്വയർമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് അത് മോണോഗ്രാഫിൽ വരുന്നത്. അപ്പൊ മോണോഗ്രാഫ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കയ്യിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഹിസ്റ്ററി. ഇനി ഇന്ത്യ നമ്മുടെ ഫാർമക്കോപ്പിയുടെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ദാറ്റ് ഈസ് 1833. 1833 East India Company's dispensary committee recommended a publication of pharmacopoeia. Thus, Bengal Pharmacopoeia is published in 1844. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 1833 എന്ന് പറയുന്ന ആ ഒരു ഇയറിൽ, ഞാൻ ആദ്യം 1933 എന്നാണ് പറഞ്ഞത്, മിസ്റ്റേക്ക് ആണ്, 1833 ആണ് കേട്ടോ. അപ്പൊ 1833 നമുക്കറിയാം അന്ന് ബ്രിട്ടീഷ് ഭരണകാലമാണ് നമ്മുടെ ഇന്ത്യയില്. അപ്പൊ ഇന്ത്യയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഡിസ്പെൻസറി കമ്മിറ്റി, ഇപ്പൊ നമ്മുടെ വെൽ ഓർഗനൈസ്ഡ് ഹോസ്പിറ്റൽ സിസ്റ്റം ഒക്കെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അന്ന് ഭരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഒരു വിക്ടോറിയ രാജ്ഞിയുടെ റൂളൊന്നും അല്ല അന്നുള്ളത്. അപ്പൊ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഭരിക്കുന്നത് അണ്ടർ ദ സർവൈലൻസ് ഓഫ് ദ കിങ്ഡം. അപ്പൊ അവര് 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡിസ്പെൻസറി കമ്മിറ്റി റെക്കമെൻഡഡ് പബ്ലിക്കേഷൻ ഓഫ് ഫാർമക്കോപ്പിയ. ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനീസിന്റെ ഡിസ്പെൻസറി കമ്മിറ്റി ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നത്. ദസ് ബംഗാൾ ഫാർമക്കോപ്പിയ. അപ്പൊ ആദ്യത്തെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫാർമക്കോപ്പിയ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബംഗാൾ ഫാർമക്കോപ്പിയ വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1844. അപ്പൊ 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനീസിന്റെ ഡിസ്പെൻസറി കമ്മിറ്റി ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നു. 1844 അവർ ആദ്യമായിട്ട് ഒരു ഫാർമക്കോപ്പിയ നമ്മുടെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നു, വിച്ച് ഇസ് ഇൻ ദ ഇയർ 1844. ഇറ്റ് ഈസ് നോട്ട് കാൾഡ് ആസ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ഇറ്റ് ഈസ് കോൾഡ് ബംഗാൾ ഫാർമക്കോപ്പിയ. അപ്പൊ നമുക്കറിയാം അന്ന് അവരുടെ ഭരണ കേന്ദ്രം എന്ന് പറയുന്നത് ബംഗാളാണ്. അപ്പൊ ബംഗാൾ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന പേരിലാണ് ആദ്യം ഒരു ഫാർമക്കോപ്പിയ 1844 നമ്മുടെ രാജ്യത്ത് പബ്ലിഷ് ചെയ്യുന്നത്. The first IP published in 1868 covered both the drugs of British Pharmacopoeia 1867 and indigenous drugs used in India, with the supplement published in 1869 incorporating the vernacular names of indigenous drugs and the plants. However, from 1885 the BP was made official in India. അപ്പോ ഫസ്റ്റ് IP that is Indian Pharmacopoeia എന്ന് പറയുന്ന പേരിൽ അപ്പൊ ആദ്യം പബ്ലിഷ് ചെയ്തത് ബംഗാൾ ഫാർമക്കോപ്പിയ ആണ് 1844. 1868 അവർ ആദ്യമായിട്ട് 1868 ആദ്യമായിട്ട് ഇന്ത്യയില് ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന പേരിൽ ഒരു ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത്, വിച്ച് കവേർഡ് ബോത്ത് ദ ഡ്രഗ്സ് ഇൻ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ. 1867 പബ്ലിഷ് ചെയ്ത ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയയിലെ ഡ്രഗുകളും പിന്നെ നമ്മുടെ രാജ്യത്തെ ഇൻഡിജീനിയസ് ഡ്രഗ്സിന്റെയും കൂടെ ചേർത്തിട്ടാണ് അവർ ഇന്ത്യൻ ഫാർമക്കോപ്പിയ 1868 പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഒരു സപ്ലിമെന്റും കൂടെ 1869 ഒരു സപ്ലിമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു, വിച്ച് ഇൻക്ലൂഡ് ദ വെർണക്കുലാർ നൈംസ് ഓഫ് ദ ഡ്രഗ്സ്. അതായത് അവര് നമ്മുടെ ഇൻഡിജിനിയസ് ഡ്രഗുകളെല്ലാം കൂടെ 1868 ഫാർമക്കോപ്പിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. 1867 ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയയിലെ ഡ്രഗ്സുകളും നമ്മുടെ രാജ്യത്തെ ഇൻഡിജിനിയസ് ഡ്രഗ്സിനെയും കൂടെ ചേർത്താണ് 68 ഒരു ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒന്നും വെർണക്കുലാർ നെയിംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അപ്പൊ ആ ഡ്രഗ്സിന്റെ വെർണക്കുലാർ നെയിം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പേരുകൾ ഉണ്ടല്ലോ, ഓരോ ഡ്രഗിനെ ഓരോ പ്രദേശത്തും പറയുന്ന പ്രത്യേക പേരുകൾ. അപ്പൊ ആ വെർണക്കുലാർ നെയിംസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു സപ്ലിമെന്റ് 1869 അവർ പബ്ലിഷ് ചെയ്യുന്നത്. 1885 പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഫാർമക്കോപ്പിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയെ ഇന്ത്യയിൽ ഒഫീഷ്യലാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഡിസ്പെൻസറി കമ്മിറ്റി ഒരു ഫാർമക്കോപ്പിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നു. 1844 ബംഗാൾ ഫാർമക്കോപ്പി വരുന്നു. 1867 ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയും പിന്നെ ഇൻഡിജിനിയസ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യയും കൂടെ ചേർത്തിട്ട് 68 ഒരു ഫാർമക്കോപ്പി വരുന്നു. അതാണ് ഫസ്റ്റ് IP എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് IP പബ്ലിഷ് ചെയ്യുന്ന എപ്പോഴാണ്? 1868. 1844 കാരണം 1844 എന്താണ്, ബംഗാൾ ഫാർമക്കോപ്പിയാണ് വന്നത്. പിന്നെ 69 ഒരു സപ്ലിമെന്റ് കൂടെ കൊണ്ടുവരുന്നു. 85 ആയപ്പോ BP അതായത് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ ഇന്ത്യയിൽ ഒഫീഷ്യലാക്കി മാറ്റുന്നത്. അതാണ് അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്.
And then 1927, 1927, government formed a drug enquiry committee that recommended the publication of national pharmacopoeia. The Indian Pharmacopoeia Committee was constituted in 1948 and published the IP in 1955, followed by the supplement of 1960. അപ്പോൾ 1927 വരുമ്പോൾ ഗവൺമെന്റ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ പോയിട്ട് ഡയറക്റ്റ് ആ ഒരു ബ്രിട്ടീഷ് റൂൾ വരുന്നതാണ് നമ്മുടെ രാജ്യം. അന്നൊരു ഡ്രഗ് എൻക്വയറി കമ്മിറ്റി ഉണ്ടാവുന്നു. 27 എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യമൊക്കെ അടുക്കാറായാലോ. അപ്പൊ 1827 ഡ്രഗ് എൻക്വയറി കമ്മിറ്റി നാഷണൽ ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി റെക്കമെൻഡേഷൻസ് കൊണ്ടുവരുന്നു. 1927. 1837 എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡിസ്പെൻസറി കമ്മിറ്റിയാണ് കൊണ്ടുവരുന്നത് റെക്കമെൻഡേഷൻ. ഇവിടെ ഡ്രഗ് എൻക്വയറി കമ്മിറ്റിയാണ് റെക്കമെൻഡ് പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ ഫാർമക്കോപ്പിയ. ആൻഡ് ദെൻ ഇന്ത്യൻ ഫാർമക്കോപ്പി കമ്മീഷൻ, നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫാമിലി ആൻഡ് ഹെൽത്ത് കെയറിന്റെ അണ്ടറിൽ വരുന്ന, ഹെൽത്ത് ആൻഡ് ഫാമിലി കെയറിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ IPC, അതായത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1948 നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടടുത്ത വർഷമാണ്. ആൻഡ് പബ്ലിഷ്ഡ് ആൻ IP in 1955. 1955 IP പബ്ലിഷ് ചെയ്യുന്നു. അതിന്റെ ഒരു സപ്ലിമെന്റ് 1960 അവർ പബ്ലിഷ് ചെയ്യുന്നു. Then Indian Pharmacopoeia Committee was reconstituted in 1978, considering the growth of pharma industries. പിന്നെ നമ്മുടെ രാജ്യത്തെ ഫാർമ ഇൻഡസ്ട്രിയുടെ വളർച്ച കണക്കിലെടുത്തുകൊണ്ട് 1978 പ്രൊഡ്യൂസ് നമ്മുടെ കമ്മീഷൻ ചെയ്തെടുത്ത് നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 78 30 വർഷത്തിന് ശേഷം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കൺസിഡറിംഗ് ദി ഗ്രോത്ത് ഓഫ് ഫാർമ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ആൻഡ് ദെൻ The Pharmacopoeia of 1985, 1985 Pharmacopoeia and its addenda in 89, 1989 addenda and 91 addenda, inclusion of traditional system of drugs were limited. അപ്പോൾ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ഡ്രഗ്സിന്റെ ഒരു ഇൻക്ലൂഷനൊക്കെ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് 1985 പുതിയൊരു ഫാർമക്കോപ്പിയ വരുന്നത്. അതായത് ആ ഒരു എഡിഷൻ വരുന്നത്. 89 അതിന് അഡൻഡം വരുന്നു, 91 അതിന് അഡൻഡം വരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ഡ്രഗ്സിന്റെ ഒക്കെ ആ ഒരു ഇൻക്ലൂഷൻ കുറച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, A new Indian Pharmacopoeia Commission established in 2005 focuses that drug and formulation related to the national healthcare programs and the national essential medicines such as antiretroviral, anti-cancer, anti-tuberculosis and herbal drug to be included in IP 2007. പിന്നെ ന്യൂ ഇന്ത്യ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ, ഫാർമക്കോപ്പിയൽ കമ്മീഷന്റെ പുതിയൊരു രൂപമാണ് ന്യൂ ഇന്ത്യ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് 2005 വരുന്നു. അപ്പൊ നമ്മുടെ നാഷണൽ ഹെൽത്ത് കെയർ പ്രോഗ്രാംസും നാഷണൽ എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ്, അതായത് ആന്റി റിട്രോവൈറൽ, ആന്റി ക്യാൻസർ, ആന്റി ട്യൂബർകുലോസിസ്, അതുപോലെ ഹെർബൽ ഡ്രഗ്സ് അങ്ങനെയുള്ളതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 2007 പുതിയൊരു ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് ദെൻ ബയോളജിക്കൽ ആൻഡ് വെറ്ററിനറി പ്രിപ്പറേഷൻസ് ആൾസോ ഇൻക്ലൂഡ് ഇൻ 2007. 72 monograph and 6 had been incorporated in the addendum of 2008 to the IP 2007. അപ്പോൾ ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ്, വെറ്റിനറി പ്രിപ്പറേഷൻസ് ഒക്കെ ഈ 2007 IP ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോണോഗ്രാഫ് ഓഫ് പുതിയ 6 ഡ്രഗുകൾ ഇൻക്ലൂഡ് ചെയ്തു. അത് അങ്ങനെയാണ് ഒരു അഡൻഡം 2008 ഒരു അഡൻഡം ടു ദ IP of 2007 അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. To establish the content of new monograph, revised appendices and informations have been published on the website of IPC. Besides the following conventional approach to obtaining comments, the recent IP was published in 2018. പിന്നെന്താണ്, ഓരോ മോണോഗ്രാഫുകൾ, പുതിയ മോണോഗ്രാഫുകളുടെ കണ്ടന്റുകൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യും, ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യും, ആളുകളുടെ കമന്റുകളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതിലെ കറക്ഷൻസ് ഒക്കെ വരുത്താം. കൺവെൻഷണൽ അപ്രോച്ച് ഓഫ് ഒബ്റ്റൈനിങ് കമന്റ്സ് മാറ്റി നിർത്തിക്കൊണ്ട് IPCയുടെ വെബ്സൈറ്റിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു പുതിയ മോണോഗ്രാഫുകൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത്ര ദിവസത്തിനകം നമുക്ക് അതിൽ കമന്റുകൾ രേഖപ്പെടുത്താം. അങ്ങനെ റീസെന്റ് IP 2018 പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഹിസ്റ്ററിയാണ്. 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡിസ്പെൻസറി കമ്മിറ്റി, 1844 ബംഗാൾ ഫാർമക്കോപ്പിയ, 68 ഫസ്റ്റ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ, 85 BP നാഷണലൈസ് ചെയ്തു, 27 ഡ്രഗ് എൻക്വയറി കമ്മിറ്റി വരുന്നു. 1927 മറന്നു പോകരുത്. ഡ്രഗ് എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. IPC 48 വരുന്നു. അങ്ങനെ ഫസ്റ്റ് IP പബ്ലിഷ് ചെയ്യുന്നു 55. അതിന് അഡൻഡം എന്ന് പറയുന്നത് 60. അപ്പൊ അഡൻഡം എന്ന് പറയുന്നത്
പറയുന്ന വേർഡും സപ്ലിമെന്റ് എന്ന് പറഞ്ഞ വേർഡും നമ്മൾ പറഞ്ഞു. അഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുകയാണെന്ന് ഓർത്ത് വെക്കുക. അതായത് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസിനെ ആഡ് ചെയ്യുന്നു. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ IP ഉള്ള എന്തിനെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉള്ള ഇൻഫർമേഷൻസിനെ കുറച്ചും കൂടെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു. അങ്ങനെയാണ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 48 വന്ന ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മിറ്റി 78 റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 85 പുതിയ ഫാർമക്കോപ്പി വരുന്നു. 89 91 അതിന് പുതിയ അഡൻഡംസ് വരുന്നു. 2005 പുതിയ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആകുന്നു. ആൻഡ് ദെൻ 2007 അവർ പുതിയ IP പബ്ലിഷ് ചെയ്യുന്നു. അവിടെ എന്താണ് നാഷണൽ ഹെൽത്ത് കെയർ പ്രോഗ്രാംസും അതുപോലെ നാഷണൽ എസെൻഷ്യൽ മെഡിസിൻസും ആഡ് ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ദെൻ ബയോടെക്നോളജിക്കലും വെറ്റിനറി പ്രൊഡക്റ്റും 2007 ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ മോണോഗ്രാഫുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് IPCയുടെ വെബ്സൈറ്റിലാണ് അവർ പുതിയ മോണോഗ്രാഫുകൾ അവരെന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ആളുകളിൽ നിന്ന് കൺവെൻഷണൽ അപ്രോച്ചിൽ നിന്ന് അല്ലാതെ കമന്റുകൾ അവർ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് റീസെന്റ് IP 2018 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹിസ്റ്ററി പോർഷനിൽ നോക്കാനുള്ളത്. ഇനി ജസ്റ്റ് നോക്കേണ്ടത് ഓരോ IPയുടെ ഇയറുകൾ, അതിന്റെ അഡൻഡംസിന്റെ സപ്ലിമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇയറുകൾ, ആൻഡ് ദെൻ എല്ലാ ഓരോ എഡിഷന്റെയും പുതിയ പുതിയ കുറച്ച് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ എഡിഷൻ, ഫസ്റ്റ് എഡിഷൻ 1955 1955 ഫസ്റ്റ് എഡിഷൻ. കാരണം 48 IPC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിന്റെ സപ്ലിമെന്റ് 1960 വരുന്നു. സെക്കൻഡ് എഡിഷൻ എന്ന് പറയുന്നത് 1966 വരുന്നത്. 11 വർഷത്തിന് ശേഷം 66 വരുന്നു. അതിന്റെ സപ്ലിമെന്റ് 75 വരുന്നു. അപ്പോ 55, 60, 66, 75 ആൻഡ് ദെൻ തേർഡ് എഡിഷൻ എന്ന് പറയുന്നത് 1985 തേർഡ് എഡിഷൻ വരുന്നത്. 85 78 പുതിയ IPC റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ 78 ആ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഫലമായിട്ട് 85 അതായത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്. അതിന്റെ അഡൻഡം എന്ന് പറയുന്നത് നമുക്കറിയാം 89 1991 അതായത് 89 91 അതിന് അഡൻഡംസ് വന്നു. 85 ആൻഡ് ദെൻ ഫോർത്ത് എഡിഷൻ 1996 വന്നു. ഫോർത്ത് എഡിഷൻ 1996 വരുന്നത്. അതിന്റെ അഡൻഡം എന്ന് പറയുന്നത് അതിനൊരു അഡൻഡം 2000 വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വെറ്റിനറി സപ്ലിമെന്റ് ആയിട്ട് ഒരു 2000 തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അഡൻഡം 2002 2005 2000 ഒരു അഡൻഡം വന്നു. സപ്ലിമെന്റ് 2000 വന്നു. പിന്നെ ഒരു അഡൻഡം 2002 വന്നു. പിന്നെ ഒരു അഡൻഡം 2005 വന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ഫിഫ്ത് എഡിഷൻ ആണ് 2007 അതായത് 2005 ന്യൂ ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ട് വെറ്റിനറി ഡ്രഗ്സ്, ബയോളജിക്കൽ പ്രോഡക്ട്സ്, പുതിയ മോണോഗ്രാഫുകളൊക്കെ അതുപോലെ അനലിറ്റിക്കൽ ടെസ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2007 പുതിയൊരു IP പബ്ലിഷ് ചെയ്യുന്നു. അതിന്റെ അഡൻഡം 2008 വന്നു. ആൻഡ് ദെൻ സിക്സ്ത് എഡിഷൻ ആയിട്ട് വന്നത് 2010 അതിന്റെ അഡൻഡം 2012 വന്നു. ആൻഡ് ദെൻ സെവൻത് എഡിഷൻ 2014 വന്നത്. അതിന്റെ അഡൻഡം എന്ന് പറയുന്നത് 2015 16 ഉണ്ടായിരുന്നു. എയ്ത്ത് എഡിഷൻ 2018 വന്നത്. അതിന്റെ അഡൻഡം 2019 വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത്. അപ്പൊ അതിന്റെ ഇയറുകൾ, അഡൻഡങ്ങൾ ഏത് വർഷങ്ങളൊക്കെയാണ്, ഓരോ എഡിഷനും എപ്പോഴൊക്കെയാണ് പബ്ലിഷ് ചെയ്തത്, അതൊക്കെയാണ് ഇവിടെ ഓർത്ത് വെച്ചിരിക്കുന്നത്. MCQയില് അനാലിസിസ് ഗവൺമെന്റ് അനലിസ്റ്റ് ആവാനുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അത് ഏതൊക്കെ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ വരണം എന്നുള്ളത് നമ്മൾ എക്സെപ്റ്റ് ചെയ്യണം. എവിടെ നിന്നും എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ തറവായിട്ട് സബ്ജക്റ്റിനുള്ളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു MCQ ലെവൽ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഓരോ ദിവസവും തരുന്ന ടോപ്പിക്കുകൾ അന്ന് തന്നെ പഠിച്ച് തീർത്തിട്ടേ കിടക്കുള്ളൂ എന്നുള്ള ഒരു എന്താണ് ഒരു ദൃഢപ്രതിജ്ഞയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. എന്നാൽ മാത്രമേ നമുക്ക് അനലിസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് എഡിഷൻ 1955, സെക്കൻഡ് എഡിഷൻ 66, തേർഡ് എഡിഷൻ 85, ഫോർത്ത് എഡിഷൻ 96, ഫിഫ്ത് എഡിഷൻ 2007, സിക്സ്ത് എഡിഷൻ 2010, then 2014 and then 2018. ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുമ്പോൾ സപ്ലിമെന്റ് 69 വന്നു. സെക്കൻഡ് എഡിഷൻ 75 വന്നു. തേർഡ് എഡിഷൻ എപ്പോഴാണ് 85, 78 ആ കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം 75. അപ്പൊ 89 1991 അഡൻഡംസ് വന്നു. 1996 ആണ് ഏറ്റവും കൂടുതൽ അഡൻഡംസ് വന്നിട്ടുള്ളത്. അപ്പൊ അത് 1996 വന്നു. 2000 ഉണ്ടായിരുന്നു അഡൻഡം. 2000 വെറ്റിനറി സപ്ലിമെന്റ് വന്നു. 2002 2005 അഡൻഡംസ് ഉണ്ടായിരുന്നു. ദെൻ ഫിഫ്ത് എഡിഷൻ എന്ന് പറയുമ്പോൾ 2007 അഡൻഡം. 2008 വന്നു. സിക്സ്ത് എഡിഷൻ 2010 ആണ്. അത് 2012 വന്നു. ആൻഡ് സെവൻത് എഡിഷൻ എന്ന് പറയുമ്പോൾ 2014 ആണ്. അത് 15 16 അഡൻഡംസ് ഉണ്ടായിരുന്നു. എയ്ത്ത് എഡിഷൻ എന്ന് പറയുമ്പോൾ 2018 ആണ് അഡൻഡം. 2019 വന്നു. ഇനി ഓരോ എഡിഷന്റെയും ആ ഒരു ഫീച്ചേഴ്സ് ആണ്, ഓരോ ഫാർമക്കോപ്പിയുടെയും ഫീച്ചേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് എഡിഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 986
ആ ഒരു ഡിജിറ്റ് ഓർത്ത് വെക്കുക. 986 മോണോഗ്രാഫുകളാണ് ഫസ്റ്റ് എഡിഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലാറ്റിൻ ലാംഗ്വേജ് ആണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ ഫാർമക്കോപ്പിയിലെ ഫാർമക്കോപ്പി എന്ന് പറയുന്ന പേര് തന്നെ ലാറ്റിനിൽ നിന്നാണ് വന്നത്. അപ്പൊ അന്ന് കൂടുതലും പേരുകളൊക്കെ ലാറ്റിൻ പേരുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ലാറ്റിൻ ലാംഗ്വേജ് ആണ്. ദെൻ വെയിറ്റും മെഷേഴ്സും മെട്രിക് സിസ്റ്റത്തിലായിരുന്നു. അപ്പോൾ 986 മോണോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. മോണോഗ്രാഫുകൾ എന്ന് പറയുമ്പോൾ ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. വെയിറ്റും മെഷേഴ്സും എങ്ങനെയായിരുന്നു? മെട്രിക് സിസ്റ്റത്തിലായിരുന്നു. ഫസ്റ്റ് എഡിഷൻ IP എന്താണ്? 986 മോണോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. ടൈറ്റിൽ ഓഫ് ദ മോണോഗ്രാഫ് എന്ന് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. വെയിറ്റും മെഷേഴ്സും എല്ലാം എങ്ങനെയായിരുന്നു? മെട്രിക് സിസ്റ്റത്തിലായിരുന്നു. ആൻഡ് ദെൻ സെക്കൻഡ് എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടൈറ്റിൽ ഈസ് ചേഞ്ച്ഡ് ഫ്രം ലാറ്റിൻ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ്. ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യും? ടൈറ്റിൽസ് പോകുന്നു. അപ്പൊ ഇവിടെ ഇയറുകൾ കൂടെ എഴുതി പോവാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ 1955 ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്. അതിന്റെ അഡിൻഡം എന്ന് പറയുന്നത് 1960 ഓക്കെ. അപ്പൊ 986 മോണോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. ടൈറ്റിൽസ് ഓഫ് മോണോഗ്രാഫ് എന്ന് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജ് ആയിരുന്നു. വെയിറ്റും മെഷേഴ്സും മെട്രിക് സിസ്റ്റത്തിലായിരുന്നു. സെക്കൻഡ് എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 1966 നമ്മുടെ സെക്കൻഡ് എഡിഷൻ വരുന്നത്. അതിന്റെ അഡൻഡം എന്ന് പറയുന്നത് 1975 ആൻഡ് ദെൻ ദ ടൈറ്റിൽസ് ഓഫ് മോണോഗ്രാഫ് ലാറ്റിനിൽ നിന്നും എങ്ങനെയായിട്ട് മാറ്റി? ഇംഗ്ലീഷിലേക്ക് മാറ്റി. നെയിം ഓഫ് ദ ലിസ്റ്റ് ഡ്രഗ് നെയിം ഓഫ് ഡ്രഗുകൾ ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു സെക്കൻഡ് എഡിഷനിലായിരുന്നു. ന്യൂ അനാലിറ്റിക്കൽ ടെക്നിക്കുകളും ഈ സെക്കൻഡ് എഡിഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ എന്താണ്? ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പേര് മാറ്റി. ഡ്രഗ്സിന്റെ പേരുകൾ ആദ്യമായിട്ട് വരുന്നത് ഇതിലാണ്. ന്യൂ അനാലിറ്റിക്കൽ ടെക്നിക്സുകൾ ഇൻക്ലൂഡ് ചെയ്തതും ഈ ഒരു ഓക്കെ. നെക്സ്റ്റ് നമുക്ക് തേർഡ് എഡിഷൻ ആണ് നോക്കാനുള്ളത്. തേർഡ് എഡിഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 78 റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാർമക്കോപ്പിയൽ കമ്മിറ്റിക്ക് ശേഷമാണ്. ആ ഒരു 78 നമ്മുടെ റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം ഓക്കെ തേർഡ് എഡിഷൻ പബ്ലിഷ് ചെയ്യാണ്. അപ്പൊ തേർഡ് എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസൊല്യൂഷൻ ടെക്നിക്കുകൾ ആദ്യമായിട്ട് ആഡ് ചെയ്തത് നമ്മുടെ തേർഡ് എഡിഷനിലാണ്. തേർഡ് എഡിഷൻ 1985 തേർഡ് എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ അഡിഷൻസ് എപ്പോഴാണ്? നമ്മുടെ അഡൻഡംസ് എപ്പോഴൊക്കെയാണ് വരുന്നത്? 89 ദാറ്റ് ഈസ് 1989 1991 അതിന്റെ അഡൻഡംസ് വരുന്നത്. മൈക്രോബിയൽ ലിമിറ്റ് ടെസ്റ്റുകൾ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ലിക്വിഡ് പ്രിപ്പറേഷൻസിന്റെ മൈക്രോബിയൽ ലിമിറ്റ് ടെസ്റ്റുകൾ ആഡ് ചെയ്തത് ഈ ഒരു തേർഡ് എഡിഷനിലാണ്. ഫ്ലെയിം ഫോട്ടോമെട്രി, ഇലക്ട്രോഫോറസിസ്, ഫ്ലോറിമെട്രി ഒക്കെ അവിടെ ആഡ് ചെയ്തു. ദെൻ ഫോർത്ത് എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 2000 ആണ് അത്. ഓക്കെ നമ്മുടെ 2000 നമ്മുടെ ആ തേർഡ് എഡിഷൻ. ദാറ്റ് ഈസ് 2000 അല്ല 1996 നമ്മൾ ഫോർത്ത് എഡിഷൻ ആഡ് ചെയ്തത്. ഫോർത്ത് എഡിഷൻ 1996 അപ്പൊ അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തത് അവിടെയാണ്. അതുപോലെ തന്നെ IR സ്പെക്ട്രോമെട്രി, UV സ്പെക്ട്രോമെട്രി ഒക്കെ ആഡ് ചെയ്തു. 1149 1149 മോണോഗ്രാഫുകളും 123 ദാറ്റ് ഈസ് 123 അപ്പൻഡിസസുകൾ ആഡ് ചെയ്തത് ഫോർത്ത് എഡിഷനിലായിരുന്നു. ഫോർത്ത് എഡിഷന്റെ അഡിൻഡംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2000 ഒരു അഡിൻഡം ഉണ്ടായിരുന്നു. 2000 തന്നെ ഒരു വെറ്റിനറി സപ്ലിമെന്റ് ഉണ്ടായിരുന്നു. 2002 ഒരു അഡൻഡം ഉണ്ടായിരുന്നു. 2005 ഒരു അഡൻഡം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഫോർത്ത് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അനാലിറ്റിക്കൽ ടെക്നിക്കുകൾ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് സെക്കൻഡ് എഡിഷനിലായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്ലൈം ഫോട്ടോമെട്രി, ഇലക്ട്രോഫോറസിസ്, ഫ്ലൂറോമെട്രി ഒക്കെ ആഡ് ചെയ്തത് തേർഡ് എഡിഷനിലാണ്. IR സ്പെക്ട്രോമെട്രി, UV സ്പെക്ട്രോമെട്രി ഒക്കെ ആഡ് ചെയ്തത് ഫോർത്ത് എഡിഷനിലാണ്. 1849 മോണോഗ്രാഫുകളായിരുന്നു ഈ ഫോർത്ത് എഡിഷനിൽ ഉണ്ടായിരുന്നത്. 123 അപ്പൻഡിസസുകൾ ഉണ്ടായിരുന്നു. 2000 തന്നെ അതിനൊരു അഡൻഡം ഉണ്ടായിരുന്നു. വെറ്റിനറി സപ്ലിമെന്റ് ഉണ്ടായിരുന്നു. 2002 2005 അതിന്റെ അഡൻഡംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ഫിഫ്ത്ത് എഡിഷൻ. അപ്പൊ ഫിഫ്ത്ത് എഡിഷൻ നമ്മൾ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 2007 ഫിഫ്ത്ത് എഡിഷൻ വരുന്നത്. ഓക്കെ 2007 ഫിഫ്ത്ത് എഡിഷൻ വരുന്നത്. അപ്പൊ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. 1955 നമ്മുടെ ഫസ്റ്റ് എഡിഷൻ വരുന്നു. 1966 സെക്കൻഡ് എഡിഷൻ വരുന്നു. തേർഡ് എഡിഷൻ എന്ന് പറയുന്നത് തേർഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 85 ഓക്കെ 85 തേർഡ് എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നു. ഫോർത്ത് എഡിഷൻ എന്ന് പറയുന്നത് 1996 പബ്ലിഷ് ചെയ്തിരുന്നു. ഫിഫ്ത്ത് എഡിഷൻ എന്ന് പറയുന്നത് 2000 ഫിഫ്ത്ത് എഡിഷൻ പബ്ലിഷ് 2007 ഫിഫ്ത്ത് എഡിഷൻ പബ്ലിഷ് ചെയ്തത്. കാരണം 2005 വരെ ഫോർത്ത് എഡിഷന്റെ അഡൻഡംസ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ 2007 ഫിഫ്ത്ത് എഡിഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ ഫിഫ്ത്ത് എഡിഷനിൽ എന്താണ് പറയുന്നത്? വോളിയം 1 കണ്ടെയ്ൻ ജനറൽ നോട്ടീസുകൾ സ്ട്രക്ചർ ഓഫ് IPCയുടെ പുതിയ സ്ട്രക്ചർ. അപ്പൊ 2005 പുതുതായിട്ട് ഒരു IPC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ന്യൂ IPC എന്ന് പറയുന്നത് 2005 അപ്പോ
അപ്പൊ അവരുടെ പുതിയ IPCയുടെ പുതിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്താണ് സ്ട്രക്ചർ ഓഫ് IPC ജനറൽ നോട്ടീസ് ഒക്കെയാണ് വോളിയം 1 വരുന്നത്. വോളിയം 2 3 എന്താണ് ജനറൽ മോണോഗ്രാഫുകളാണ് കൊടുക്കുന്നത്. 6th എഡിഷൻ എന്ന് പറയുന്നത് 2010 അത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ 2010 പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ 10th എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ബയോടെക്നോളജിക്കലി ആൻഡ് ഹെർബൽ പ്രോഡക്റ്റ്, ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റുകൾ ഹെർബൽ പ്രോഡക്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് നമ്മുടെ 2010 പബ്ലിഷ് ചെയ്ത 16th എഡിഷൻ ആണ്. അപ്പൊ അതിന്റെ അഡൻഡം 2012 അത് പബ്ലിഷ് ചെയ്തത്. 2007 പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ 5th എഡിഷൻ. അപ്പൊ 5th എഡിഷന്റെ അഡൻഡം എന്ന് പറയുന്നത് 2008 ഓക്കെ, 2010 6th എഡിഷൻ വന്നത്, 2012 അതിന്റെ അഡൻഡം വരുന്നത്. അതുപോലെ ആന്റി റിട്രോവൈറൽ ഡ്രഗുകളൊക്കെ ആഡ് ചെയ്തത് ഈ 6th എഡിഷനിലായിരുന്നു. നെക്സ്റ്റ് നോക്കേണ്ടതാണ് 7th എഡിഷൻ ആണ്. അപ്പൊ 7th എഡിഷൻ എന്ന് പറയുന്നത് 2014 അത് പബ്ലിഷ് ചെയ്തത്. 2014 പബ്ലിഷ് ചെയ്തതാണ് നമ്മുടെ അപ്പോ നമ്മളെ 2014 നമ്മുടെ ഏത് പബ്ലിഷ് ചെയ്തത് 7th എഡിഷൻ എന്ന് പറയുന്നത്. 2014 7th എഡിഷൻ പബ്ലിഷ് ചെയ്തത്. അതിനകത്ത് 2265 മോണോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ മോണോഗ്രാഫുകൾ ആഡ് ചെയ്തത് 7th എഡിഷൻ ആണ്. അപ്പൊ 7th എഡിഷനിലാണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ മോണോഗ്രാഫുകൾ ആഡ് ചെയ്തത് 7th എഡിഷൻ ആയിരുന്നു. ആൻഡ് ദെൻ 8th എഡിഷൻ എന്ന് പറയുന്നത് 2019 8th എഡിഷൻ ഓഫ് IP പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിൽ ജനറൽ കെമിക്കൽ ടെസ്റ്റുകൾ നമ്മുടെ TLC ഒക്കെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദെൻ മോർ സ്പെസിഫിക് ടെസ്റ്റുകളൊക്കെ IR UV സ്പെക്ട്രോമെട്രി ഒക്കെയാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തത്. പാരജൻ ടെസ്റ്റുകളെ മാറ്റിയിട്ട് ബാക്ടീരിയൽ എൻഡോടോക്സിൻ ടെസ്റ്റുകൾ ആഡ് ചെയ്തതും എവിടെയാണ് 8th എഡിഷൻ ആണ്. അപ്പൊ 8th എഡിഷൻ എന്ന് പറയുന്നത് 2018 കേട്ടോ. അപ്പൊ 2018 പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ 8th എഡിഷൻ ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ കെമിക്കൽ ടെസ്റ്റുകൾ TLC ഒക്കെ മാറ്റി മോർ സ്പെസിഫിക് ടെസ്റ്റിലേക്ക് IR സ്പെക്ട്രോമെട്രി, UV സ്പെക്ട്രോമെട്രി, സ്പെക്ട്രോഫോട്ടോമെട്രി ഒക്കെ ആഡ് ചെയ്തത് 8th എഡിഷനിലായിരുന്നു. പാരജൻ ടെസ്റ്റുകളെ മാറ്റിയിട്ട് ബാക്ടീരിയൽ എൻഡോടോക്സിൻ ടെസ്റ്റുകളെ ആഡ് ചെയ്തതും എവിടെയായിരുന്നു 8th എഡിഷനിലായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ആൻഡ് ദെൻ ഇന്ത്യൻ ഫാർമക്കോപ്പിയ 2022 ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ഫാർമക്കോപ്പിയ 2022 അപ്പൊ IPC 2022 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് വരിക. 2018 ഈ പഴയ ടെസ്റ്റുകൾ മാറ്റി പുതിയ ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തെന്ന് ഓർക്കുക. അപ്പൊ IP എന്നൊക്കെ കൂടുതലായിട്ടും ലേറ്റസ്റ്റ് കാര്യങ്ങളായിരിക്കും, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്കുകളായിരിക്കും ഇവിടെ ഒക്കെ വരിക. അപ്പോ IPC റിലീസസ് Indian Pharmacopoeia in 2022, 92 new monographs and 27 active pharmaceutical ingredients are added to promote the highest standard of drug use in humans and animals in Indian Pharmacopoeia. Indian Pharmacopoeia പറഞ്ഞിട്ടുള്ള ഡ്രഗുകളുടെ സേഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് യൂസ് ഇൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും 92 അതായത് 92 പുതിയ മോണോഗ്രാഫുകളും 27 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. And then Indian Pharmacopoeia Commission has released the Indian Pharmacopoeia 2020, that is 2022 ഡിസംബർ 1 2022 ഡിസംബർ 1 വളരെ അടുത്താണ്, കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അതില് പുതുതായിട്ട് 92 മോണോഗ്രാഫുകളും 21 വൈറ്റമിനുകൾ, മിനറൽസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് 27 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആർ ആഡഡ്. അപ്പോൾ ഇത് കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ബയോടെക്നോളജിക്കലി ഡിറൈവ്ഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ബയോടെക്നോളജി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് 3 ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഹെർബൽ പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ 2022 ഡിസംബർ 1 ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ IPC പബ്ലിഷ് ചെയ്തത്. പുതുതായിട്ട് 92 മോണോഗ്രാഫുകളും 27 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 21 വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ബയോടെക്നോളജിക്കലി ഡിറൈവ്ഡ് പ്രോഡക്റ്റുകൾ, 2 ഹെർബൽ ഡ്രഗ്സ് ആൻഡ് ഹെർബൽ പ്രോഡക്ട്സുകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ് 33 ഡോസേജ് ഫോമുകൾ, കെമിക്കൽ ഡോസേജ് ഫോമുകൾ 33 എണ്ണം, 4 വാക്സിൻസ്, ഇമ്മ്യൂണോസെറ ഹ്യൂമൻ യൂസുകൾ, അതുപോലെ 12 ന്യൂ ജനറൽ ചാപ്റ്റേഴ്സും എന്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് 2022 ഡിസംബർ 1 പബ്ലിഷ് ചെയ്ത IP 2022 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? പുതുതായിട്ട് 92 മോണോഗ്രാഫുകൾ വന്നിട്ടുണ്ട്, 27 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, 21 നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ് പോലെയുള്ള പ്രോഡക്ട്സുകൾ, 33 ഡോസേജ് ഫോമുകൾ, 3 ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ്, 2 ഹെർബൽ ഡ്രഗ്സുകൾ, 4 വാക്സിൻസ്, 12 ന്യൂ ജനറൽ ചാപ്റ്റേഴ്സും എന്താണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ ഹാസ് ബീൻ ഫോംഡ് ആൻഡ്
by the Ministry of Health and Family Welfare resolution in the year 2018. അപ്പോ 1948 വന്നു, 1978 റിവൈസ് ചെയ്തു, 2005 അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ 2008 എന്താണ് മിനിസ്ട്രി ഓഫ് ഫാമിലി ആൻഡ് ഹെൽത്ത് ഫെയറിന്റെ റെസൊല്യൂഷനിലാണ് ലേറ്റസ്റ്റ് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ഇറ്റ് കംപ്രൈസ് ഓഫ് ദ ജനറൽ ബോഡി ഓഫ് 25 മെമ്പേഴ്സ്, ഗവേണിംഗ് ബോഡി ഓഫ് 13 മെമ്പേഴ്സ് ആൻഡ് സയന്റിഫിക് ബോഡി ഓഫ് 15 മെമ്പേഴ്സ് ആൻഡ് 23 മെമ്പേഴ്സ് ഫ്രം ദ ഡിഫറെന്റ് റിലേറ്റഡ് സയന്റിഫിക് ഫീൽഡ്. അപ്പോൾ ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്, മേ ബി ക്വസ്റ്റ്യൻസിൽ വരാവുന്നതാണ്. അപ്പോൾ ജനറൽ ബോഡി ഓഫ് 25 മെമ്പേഴ്സ്, 25 പേരടങ്ങുന്ന ഒരു ജനറൽ ബോഡി ഉണ്ട് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻസിൽ. അതുപോലെ തന്നെ ഗവേണിംഗ് ബോഡി ഓഫ് 30 മെമ്പേഴ്സ്, 13 പേരടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ദെൻ സയന്റിഫിക് ബോഡി ഓഫ് 15 മെമ്പേഴ്സ്, 15 പേരടങ്ങുന്ന ഒരു സയന്റിഫിക് ബോഡി ഉണ്ട്. ആൻഡ് 23 മെമ്പേഴ്സ് ഫ്രം ഡിഫറെന്റ് സയന്റിഫിക് ഫീൽഡ്, മറ്റു പല സയന്റിഫിക് ഫീൽഡുകളുടെ 23 മെമ്പേഴ്സുകളുമാണ് എന്ത് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷന്റെ ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? 25 മെമ്പേഴ്സ് എന്താണ്? ജനറൽ ബോഡിയാണ്. 25 മെമ്പേഴ്സ് ജനറൽ ബോഡിയാണ്. ഗവേണിംഗ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് 13 ഉണ്ട്. അതുപോലെ തന്നെ 15 എന്ന് പറയുന്നത് സയന്റിഫിക് ബോഡിയാണ്. 23 എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് സയന്റിഫിക് ഫീൽഡുകളിൽ നിന്നാണ്. അപ്പൊ 25 ജനറൽ ബോഡി ഉണ്ട്, 13 ഗവേണിംഗ് ബോഡി ഉണ്ട്, സയന്റിഫിക് ബോഡി ആയിട്ട് ഒരു 15 മെമ്പേഴ്സ് ഉണ്ട്, 23 മെമ്പേഴ്സ് ഫ്രം റിലേറ്റഡ് സയന്റിഫിക് ഫീൽഡുകളിൽ നിന്നുണ്ട്. Secretary, the Ministry of Family Healthcare is the chairman and the chairman scientific body of co-chairman of the commission. Okay, അപ്പൊ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ആൻഡ് ഫാമിലി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ സെക്രട്ടറി ആണ് നമ്മുടെ IPCയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ ഓഫ് സയന്റിഫിക് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പം എന്താണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ സെക്രട്ടറി ആണ് IPC, അതായത് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ സയന്റിഫിക് ബോഡിയുടെ ചെയർമാൻ ആണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷന്റെ co-chairman. Secretary comes scientific director by the scientific executive officer of the commission. Okay, അപ്പോൾ എന്താണ് പറയുന്നത് അവിടെ? The secretary comes scientific director by the child scientific and executive officers of the commission. അപ്പൊ അവിടെ അതിന്റെ സെക്രട്ടറി കം സയന്റിഫിക് ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്? ആ സയന്റിഫിക് ആൻഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ആ കമ്മീഷന്റെ സയന്റിഫിക് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മീഷന്റെ ഓഫീസർ ആയിരിക്കും അതായിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ എന്ന് പറയുന്നത് 2018 ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്തുള്ളത് 25 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 13 പേര് ഗവേണിംഗ് ബോഡിയാണ്. ജനറൽ ബോഡി 25 മെമ്പേഴ്സ് ഉണ്ട്. 15 പേര് എന്താണ്? സയന്റിഫിക് ബോഡിയാണ്. ആൻഡ് ദെൻ ഡിഫറെന്റ് റിലേറ്റഡ് സയന്റിഫിക് ഫീൽഡിൽ നിന്നൊരു 21 പേരും കൂടെ ഉണ്ട്. സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ആൻഡ് ഫാമിലി ഹെൽത്ത് ഫെയർ ആണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. സയന്റിഫിക് ബോഡിയുടെ ചെയർമാൻ ഇവിടെ co-chairman ആണ്. സെക്രട്ടറി കം സയന്റിഫിക് ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്? സയന്റിഫിക് ആൻഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്മീഷൻ. Then what is the aim of IPC? IPCയുടെ aim എന്താണ്? The mission of IPC to promote the public health by bring out authoritative and officially accepted standard for quality of drug including active pharmaceutical ingredient, excipients and dosage form used by the health professionals and patients and customers. അപ്പോ എന്താണ് അവിടെ പറയുന്നത്? IPCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? To promote the public health. Public health ne promote cheya enganeyana? Authoritative and officially accepted standard for the quality of drug including active pharmaceuticals and excipients and dosage form. Excipients inde dosage form inde active pharmaceutical ingredients inde quality ensure cheya enganeyana? Authoritatively and officially standard accepted standards of quality use cheyidittu. Okay, adu enganeyana? Health professionals use cheyuna dosage forms inde okke aa oru quality ensure cheya ennalladana IPC യുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. And then objective to develop a comprehensive monograph for the drug to be included in pharmacopoeia, including active ingredient, aids, dosage forms and devices, and to keep updated by the revision. അപ്പോൾ എന്താണ്? ഒരു കോംപ്രിഹെൻസീവ് മോണോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ മോണോഗ്രാഫിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കണം, ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഉണ്ടാവണം, ഡോസേജ് ഫോമുകൾ, ഡിവൈസസുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് മോണോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുക. ടു ഡെവലപ്പ് ഫോർ മോണോഗ്രാഫ് ഫോർ ഹെർബൽ ഡ്രഗുകൾക്ക് മോണോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുക. ടു accord the priority of monographs of drugs included in the National Essential Medicine List.
അപ്പോൾ നാഷണൽ എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതായത് എന്താണ്, നമുക്ക് വളരെ എപ്പോഴും ആവശ്യമുള്ള എസെൻഷ്യൽ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മോണോഗ്രാഫുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ടു ടേക്ക് എ നോട്ട് അറ്റ് ദ ഡിഫറെന്റ് ലെവൽ ഓഫ് സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് അനാലിറ്റിക്കൽ ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റേഷൻ അവൈലബിൾ വൈൽ ഫ്രെയിമിംഗ് ദ മോണോഗ്രാഫ്. ഒരു മോണോഗ്രാഫുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് അനാലിറ്റിക്കൽ ടെസ്റ്റിംഗും ഇൻസ്ട്രുമെന്റേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതുപോലെ എന്താണ്, അപ്ഡേറ്റഡ് റിവിഷൻസ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ IPCയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ടു accelerate the process of preparation, certification and distribution of IP reference substance. Reference substanceകളുടെ preparation, certification, distribution ഒക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ മോണോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുക, മോണോഗ്രാഫ് ഹെർബ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രയോറിറ്റി എസെൻഷ്യൽ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സിന് കൊടുക്കുക, സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കുകൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏതാണ് സ്റ്റാൻഡേർഡ് ഡ്രഗുകളുടെ പ്രിപ്പറേഷൻ, സർട്ടിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. ആൻഡ് ദെൻ കൊളാബറേറ്റ് വിത്ത് ഫാർമസ്യൂട്ടിക്കൽസ് ലൈക്ക് pharmaceuticals, pharmacopoeia of Europe, British pharmacopoeia, United States pharmacopoeia, Japan pharmacopoeia, Chinese pharmacopoeia and international pharmacopoeia with the view of harmonizing the global standard. Global standard harmonize ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ pharmacopoeia ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക. To review the existing monograph periodically ആയിട്ട് ഓരോ എക്സിസ്റ്റിംഗ് മോണോഗ്രാഫുകളെ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യുക. ഓർഗനൈസ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആൻഡ് റിസർച്ചുകൾ, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളും റിസർച്ചുകളും ഓർഗനൈസ് ചെയ്യുക. ടു പബ്ലിഷ് ദ നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യ. നമ്മുടെ ഹോസ്പിറ്റൽ ഫോർമുലറിയുടെ കാര്യം നമ്മൾ പഠിച്ചപ്പോൾ നാഷണൽ ഫോർമുലറിയുടെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ നാഷണൽ ഫോർമുലറിയെ പബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് എന്ത് അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ജനറൽ ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയിലെ ജനറൽ ചാപ്റ്റേഴ്സുകൾ എന്തൊക്കെയാണ്? ജനറൽ നോട്ടീസുകൾ എന്തൊക്കെയാണ്? ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, നൈം ഓഫ് ഡ്രഗ്സ് ഉണ്ട്, ഒഫീഷ്യൽ ആർട്ടിക്കിൾസ് ഉണ്ട്, ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ആഡഡ് സബ്സ്റ്റൻസുകൾ, ആൾട്ടർനേറ്റീവ് മെത്തേഡുകൾ, മീനിങ് ഓഫ് ടേമുകൾ, അതുപോലെ തന്നെ പ്രൊഫഷൻ ആപ്ലിക്കബിൾ ടു മോണോഗ്രാഫ് ഓഫ് ടെസ്റ്റ് മെത്തേഡുകൾ, എക്സ്പ്രഷൻ ഓഫ് കണ്ടന്റ്സ്, എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻസ്, അബ്രിവേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, weight and measures and അങ്ങനത്തെ കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, നൈംസ് ഉണ്ട്, ഒഫീഷ്യൽ ആൻഡ് ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ദെൻ ഒഫീഷ്യൽ ആർട്ടിക്കിൾസിനെ പറ്റി പറയുന്നുണ്ട്, ആഡഡ് സബ്സ്റ്റൻസുകൾ, ആൾട്ടർനേറ്റീവ് മെത്തേഡ്സുകൾ, മീനിങ് ഓഫ് ടേമുകൾ, പ്രൊവിഷൻസ് ഓഫ് മോണോഗ്രാഫ് ടെസ്റ്റ് മെത്തേഡുകൾ, ദെൻ എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ, എക്സ്പ്രഷൻ ഓഫ് കണ്ടന്റ്, അബ്രിവേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആണ് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ടെസ്റ്റ് മെത്തേഡുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പാരറ്റൻസ് ഇസ് യൂസ്ഡ് ഇൻ ദ ടെസ്റ്റിംഗ് ആൻഡ് ബയോളജിക്കൽ മെത്തേഡുകൾ, കെമിക്കൽ മെത്തേഡുകൾ, ഫിസിക്കോ കെമിക്കൽ മെത്തേഡുകൾ, ഫാർമസ്യൂട്ടിക്കൽ മെത്തേഡുകൾ, ടെസ്റ്റ് ഓൺ ഹെർബൽ പ്രോഡക്റ്റുകൾ, ടെസ്റ്റ് ഓൺ വാക്സിൻസ്, ടെസ്റ്റ് ഓൺ ബ്ലഡ് ആൻഡ് ബ്ലഡ് റിലേറ്റഡ് പ്രോഡക്ട്സുകൾ, അതുപോലെ റെഫറൻസ് ഡേറ്റുകളുണ്ട്, റിയേജൻസ് ആൻഡ് സൊല്യൂഷൻസ് ഉണ്ട്, ജനറൽ ടെസ്റ്റുകൾ ഉണ്ട്, കണ്ടെയ്നറുകൾ ഉണ്ട്, ആൻഡ് ദെൻ ടേബിൾസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ഇന്ത്യൻ ഫാർമക്കോപ്പിയയിലെ ആ ഒരു പോർഷൻസിൽ പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് മെത്തേഡുകളെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്. അപ്പാരറ്റൈസ് ഓഫ് ടെസ്റ്റുകൾ നോക്കുന്നുണ്ട്, ബയോളജിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, ഫിസിക്കോ കെമിക്കൽ മെത്തേഡ്, ഫാർമസ്യൂട്ടിക്കൽ മെത്തേഡ്, ടെസ്റ്റ് ഫോർ ഹെർബൽ പ്രോഡക്റ്റ്, ടെസ്റ്റ് ഓൺ വാക്സിൻസ്, ടെസ്റ്റ് ഓൺ ബ്ലഡ് ആൻഡ് ബ്ലഡ് റിലേറ്റഡ് പ്രോഡക്ട്സുകൾ, ആൻഡ് പിന്നെ നോക്കുന്ന റെഫറൻസ് ഡേറ്റുകളുണ്ട്, റിയേജൻസ് ആൻഡ് റിയേജൻ സൊല്യൂഷൻസ് ഉണ്ട്, ജനറൽ ടെസ്റ്റുകൾ പറയുന്നുണ്ട്, കണ്ടെയ്നറുകൾ എങ്ങനെയായിരിക്കണം, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ടേബിൾസ് ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് മോണോഗ്രാഫ് ആണ്. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ മോണോഗ്രാഫ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പ്രോഡക്റ്റിന്റെ ID പ്രൂഫ് ആണ് മോണോഗ്രാഫ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ജനറൽ മോണോഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തത് പ്രൊഡക്ഷനെ പറ്റി, ഓരോ ഡ്രഗിന്റെയും പ്രൊഡക്ഷൻ, അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, റിയേജന്റ് സ്റ്റെപ്പുകൾ, ഇന്റർമീഡിയറ്റ്സ്, ഫൈനൽ പ്രോഡക്ട്സ്, അങ്ങനെ പ്രൊഡക്ഷനെ പറ്റി പറയുന്നുണ്ട്. മാനുഫാക്ചറിങ് ഓഫ് ഡ്രഗ് പ്രോഡക്റ്റ്, ഒരു ഡ്രഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദെൻ എക്സിപിയൻസ് ഏതൊക്കെ എക്സിപിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്, ഓരോ എക്സിപിയൻസിന്റെയും ഗ്രേഡ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ജനറൽ മോണോഗ്രാഫ് ഓൺ ഡോസേജ് ഫോം ഇൻക്ലൂഡ് ദ റിക്വയർമെന്റ് ഓഫ് ജനറൽ ആപ്ലിക്കേഷൻ ആൻഡ് അപ്ലൈ ടു ആൾ preparations within the scope of introduction section of general monograph except where a permissible list of applications. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ജനറൽ മോണോഗ്രാഫ് ഓഫ് എ ഡോസേജ് ഫോം. ഒരു ഡോസേജ് ഫോമിന്റെ ജനറൽ മോണോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? റിക്വയർമെന്റ് ഓഫ് ജനറൽ ആപ്ലിക്കേഷൻസ്, ഒരു ജനറൽ ആപ്ലിക്കേഷൻസിന്റെ റിക്വയർമെന്റ്, അതുപോലെ തന്നെ അപ്ലൈ ടു ആൾ പ്രിപ്പറേഷൻ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന എല്ലാ സ്കോപ്പുകളെ പറ്റി അതിൽ പറയുന്നുണ്ട്. എക്സെപ്റ്റ് എന്താണ്? പ്രീമിയബിൾ ആയിട്ടുള്ള ലിമിറ്റുകൾ, ആപ്ലിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ് ജനറൽ മോണോഗ്രാഫുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൊഡക്ഷൻ.
In this section, the instructions which mandate related to the manufacturing process are provided for the manufacturer. ഒരു ഡ്രഗ് മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മാനുഫാക്ചററിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. മാൻഡേറ്ററി ഇൻസ്ട്രക്ഷൻസ് ആർ റിലേറ്റഡ് ടു വേരിയസ് സ്റ്റേജസ് സച്ച് ആസ് റോ മെറ്റീരിയൽസ്, പ്രോസസ് ഓഫ് മാനുഫാക്ചറിംഗ്, ഇൻ പ്രോസസ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് വാലിഡേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇത്രയാണ് എന്ത് അവിടെ മാൻഡേറ്ററി ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസ്, പ്രോസസ് ഓഫ് മാനുഫാക്ചറിംഗ്, ഇൻ പ്രോസസ് മെത്തേഡുകൾ, ടെസ്റ്റിങ്ങുകൾ, സ്റ്റോറേജ് ആൻഡ് വാലിഡേഷൻ പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ആൻഡ് ദെൻ മാനുഫാക്ചറിംഗ് ഓഫ് ഡ്രഗ്സ്. ഇവിടെ നിന്ന് ഫർദർ എക്സ്പ്ലനേഷൻ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇതെല്ലാം എന്താണ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. IP നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ റിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക, കാരണം നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ ഡ്രഗിനെ പറ്റി നമ്മൾ പഠിക്കുന്നതല്ല ഇത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഹെഡിങ്ങുകൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, കേട്ടിരിക്കുക. അപ്പോ മാനുഫാക്ചറിംഗ് ഓഫ് ഡ്രഗ് പ്രോഡക്റ്റ്, ഒരു ഡ്രഗ് പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിംഗിനെ പറ്റി പറയുന്നുണ്ട്. ടു ഓപ്പണിംഗ് എ ഡെഫിനിറ്റീവ് സ്റ്റേറ്റ്മെന്റ് സെർട്ടൻ മോണോഗ്രാഫ് ഓഫ് ഡ്രഗ് പ്രോഡക്റ്റ് ഗിവൺ ഇൻ ദ ടേം ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഓൺലി. അപ്പോൾ ഒരു ഓപ്പണിംഗ് ഡെഫിനിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഡ്രഗിന്റെ മോണോഗ്രാഫുകൾ എന്ന് പറയുന്നത് അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ പറ്റിയായിരിക്കും പറയുന്നത്. എനി ഇൻഗ്രീഡിയന്റ് അതർ ദാൻ ദോസ് ഇൻക്ലൂഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദ ജനറൽ നോട്ടീസ് ഓൺ എക്സിപ്പിയൻസ് ആൻഡ് ദ പ്രോഡക്റ്റ് മസ്റ്റ് ബി കൺഫോർട്ട് ടു ദ ഫാർമക്കോപ്പിയ റിക്വയർമെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ജനറൽ ഇൻഗ്രീഡിയൻ, ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ പറ്റി മാത്രമായിരിക്കും ഒരു ഡ്രഗിന്റെ മാനുഫാക്ചറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലാതെ ഏത് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാലും അത് ജനറൽ ആയിട്ട് നമ്മുടെ ഫാർമക്കോപ്പിയുടെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് കൺഫേർട്ട് ചെയ്യുന്നതായിരിക്കണം എന്ത് എക്സിപിയൻസ് ആണെങ്കിലും എനി ഇൻഗ്രീഡിയൻസ് അതർ ദാൻ ദ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ജനറൽ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. ഈ മോണോഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓരോ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ അതിന് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കും മോണോഗ്രാഫിൽ പറയാം. അതർ ദാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യും, ജനറൽ ഫാർമക്കോപ്പി സ്റ്റാൻഡേർഡ്സുമായിട്ട് എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്തിരിക്കണം. And then excipients. Any substances added in preparing of an official preparation shall be innocuous and have no adverse influence in the therapeutic efficacy of an active ingredient, shall not interfere with the test and assay of pharmacopoeia. Care should be taken to ensure such as the substances are free from harmful organisms. So excipients എന്ന് പറയുന്നത് any substances added in the preparation of an official preparation should be innocuous and shall not have an active adverse influence in therapeutic efficacy of active ingredient. Active ingredient ഒരു പ്രത്യേക ഇൻഫ്ലുവൻസ് ഒന്നും കൊടുക്കാത്ത സബ്സ്റ്റൻസുകളാണ് നമ്മൾ എക്സിപിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞ എന്താണ്, ആ ഒരു ഫാർമക്കോപ്പിയിൽ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ടെസ്റ്റിനോ അതിന്റെ തെറാപ്യൂട്ടിക് എഫിക്കസിയിലോ അഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് കെയർ എടുക്കേണ്ട എന്താണ്, സബ്സ്റ്റൻസസ് ഫ്രീ ഫ്രം ഹാർംഫുൾ ഓർഗാൻസ്, ഹാർംഫുൾ ഓർഗാൻസിൽ നിന്നും ഫ്രീ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും, എൻഷുർ ചെയ്തിരിക്കണം. ആൻഡ് ദെൻ ഇൻഡിവിജ്വൽ മോണോഗ്രാഫ്സ്. ഇനി ഓരോ ഡ്രഗിന്റെ ഇൻഡിവിജ്വൽ മോണോഗ്രാഫിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ദ ഡ്രഗ് പ്രോഡക്റ്റ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദ ഇൻഡിവിജ്വൽ മോണോഗ്രാഫ് ആർ ആൾസോ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് ദ ടെസ്റ്റ് ഗിവൺ ഇൻ ദ ജനറൽ മോണോഗ്രാഫ്. അപ്പൊ ഇൻഡിവിജ്വൽ മോണോഗ്രാഫ് തന്നിട്ടുള്ള ഡ്രഗ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ മോണോഗ്രാഫിൽ തന്നിട്ടുള്ള ടെസ്റ്റുകളുമായിട്ട് എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്യണം. ദിസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സെക്ഷൻസ്. അപ്പൊ ഒരു ഡ്രഗിന്റെ ഇൻഡിവിജ്വൽ മോണോഗ്രാഫിലുള്ള സെക്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്ന ഡ്രഗുകളെല്ലാം തന്നെ എന്താണ്, ജനറൽ ടെസ്റ്റിലും എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്തിരിക്കണം. ഫോർ എനി സബ്സ്റ്റൻസ്, അതിനകത്ത് ആദ്യം ടൈറ്റിൽസ് ആണ് പറയുന്നത്. ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ ഫോർ എനി സബ്സ്റ്റൻസ് ദ മെയിൻ ടൈറ്റിൽ ഈസ് ദ ഇന്റർനാഷണൽ നോൺ പ്രൊപ്പറേറ്ററി നെയിം അപ്രൂവ്ഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇൻ അഡീഷൻ ടു ഇന്റർനാഷണൽ നോൺ പ്രൊപ്പറേറ്ററി നെയിം, സിനോണിംസ് ഓർ സബ്സിഡറി നെയിം ആൾസോ ബി provided. However, generally in practice, the main titles of drugs are recognized. അപ്പോൾ ഓരോ ഡ്രഗിന്റെയും മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോൺ പ്രൊപ്പറേറ്ററി നെയിം ആണ് എന്താ പറയുന്നത്, അതിന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ പാരാസെറ്റമോൾ എന്ന് പറയുമ്പോൾ പാരാസെറ്റമോൾ ഒരു നോൺ പ്രൊപ്പറേറ്ററി നെയിം ആണ്, അല്ലാതെ ഇത് ഡോളോ അല്ലല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ നോൺ പ്രൊപ്പറേറ്ററി നെയിമാണ് ഓരോ ഡ്രഗിന്റെയും ടൈറ്റിൽ. പിന്നെ അതിനായിട്ട് സിനോണിമും സബ്സിഡറി നെയിമും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ഡ്രഗ് എപ്പോഴും റിക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ നോൺ പ്രൊപ്പറേറ്ററി നെയിമിൽ ആയിരിക്കും. ആൻഡ് ദെൻ കെമിക്കൽ ഫോർമുല. ഫോർ ആൻ ഒഫീഷ്യൽ സബ്സ്റ്റൻസ് ദ കെമിക്കൽ സ്ട്രക്ചർ ഈസ് ഓൾസോ നോൺ ആസ് ജനറലി അക്സെപ്റ്റഡ് ഗ്രാഫിക് ആൻഡ് മോളിക്കുലർ ഫോർമുല ആൻഡ് മോളിക്കുലർ വെയിറ്റ് ആർ നോർമലി ഗിവൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ മോണോഗ്രാഫ്. അപ്പോൾ ഒരു കെമിക്കൽ സ്ട്രക്ചർ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കെമിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു കെമിക്കൽ ഫോർമുല ഉണ്ടായിരിക്കും, ഒരു മോളിക്കുലർ വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, മോണോഗ്രാഫിന്റെ തുടക്കത്തിൽ ടൈറ്റിലിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കും. ഇൻഫർമേഷൻ റെഫേഴ്സ് ദ പ്യൂരിറ്റി
to the chemically pure substance, however it is not indicating the purity of officially substance. പിന്നെ എന്താണ് അതിന്റെ കെമിക്കലി പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും. അതൊരിക്കലും ഇപ്പൊ വൈറ്റ് കളർ പൗഡർ ആണ് എന്ന് വെച്ചാൽ വൈറ്റ് കളർ പൗഡർ ആണെന്ന് വെച്ചാൽ അത് പ്യൂരിറ്റി ആണെന്ന് പറയുന്നില്ല, പക്ഷെ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ഇൻഫർമേഷൻസും കൂടെ അവരത് പ്രൊവൈഡ് ചെയ്തിരിക്കും. പക്ഷെ അതൊരു പ്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ പ്യുവർ സബ്സ്റ്റൻസിന്റെ കാര്യങ്ങളായിരിക്കും അവിടെ കൊടുത്തിരിക്കുക. ദെൻ the official substances is absolute stereochemical configuration to be specified IUPAC name അനുസരിച്ച് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിക്കൽസിന്റെ IUPAC നയമിൽ R&S കോൺഫിഗറേഷൻ ആണോ E&S കോൺഫിഗറേഷൻ ആണോ അങ്ങനെ ഡെസിഗ്നേഷനും കൂടെ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്താണ് സ്റ്റീരിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഡ്രഗ്സ് ആണെങ്കിൽ. ആൻഡ് ദെൻ അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയ്റ്റ്സ്. ദ അറ്റോമിക് വെയിറ്റ് ഓർ മോളിക്കുലർ വെയിറ്റ് ആൾസോ ഷോൺ ആസ് വെൻ അപ്രോപ്രിയേറ്റ് ആൻഡ് ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ മോണോഗ്രാഫ്. അപ്പോ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ തന്നെ ആ ഡ്രഗിന്റെ അറ്റോമിക് വെയിറ്റുകൾ അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റുകൾ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ കൊടുത്തിരിക്കണം. ദെൻ ഡെഫിനിഷൻ. ഒഫീഷ്യൽ ഡെഫിനിഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ പ്രിപ്പറേഷൻസ് ഓർ ആർട്ടിക്കൽ ഫോംസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ മോണോഗ്രാഫ്. പിന്നെ എന്ത് ചെയ്യണം, ആ ഡ്രഗ് പ്രോഡക്റ്റിന്റെ ഒഫീഷ്യൽ ഡെഫിനിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദാറ്റ് ഇൻഫോം ദ അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓർ ആർട്ടിക്കൽ ഫോം ദ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ മോണോഗ്രാഫ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് കണ്ടന്റ്. ആ ഡ്രഗിന്റെ കണ്ടന്റുകളെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ദ ലിമിറ്റ് ഓഫ് content are stated those determined by the method described under assay. അപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അസേ മെത്തേഡുകൾ അതിൽ പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ അസേ മെത്തേഡ് വെച്ചിട്ടുള്ള എന്താണ് ലിമിറ്റ് ഓഫ് കണ്ടന്റ്, ഇപ്പൊ 0.005 വരെ ഇമ്പ്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ലിമിറ്റ് ഓഫ് കണ്ടന്റുകൾ കൂടെ അസേ വെച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന അസേ മെത്തേഡ് വെച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. നമ്മളത് പറഞ്ഞ ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ ഡിറ്റർമിൻ ചെയ്ത ഒരു ലിമിറ്റും കൂടെ അവിടെ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ദെൻ കാറ്റഗറി. കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് സെക്ഷൻ ദ ബേസിസ് ഓഫ് സബ്സ്റ്റൻസ് ഓൺ ആർട്ടിക്കിൾസ് ഈസ് പ്രൊവൈഡ് ഫോർ ദ ഇൻഫർമേഷൻ. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് കാറ്റഗറി ഇൻഡിക്കേറ്റീവ് ഫോർ ദ മെഡിസിനൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ബേസിസ് ഫോർ ദ റെക്കഗ്നേഷൻ ഇൻ ദ ഫാർമക്കോപ്പിയ. അപ്പൊ ഇവരെന്ന് പറയുന്നത് എന്താണ്, ആർട്ടിക്കിളിനെ പറ്റി തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള കാറ്റഗറിയാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഡിക്കൽ പർപ്പസ്, ഇപ്പൊ ആന്റി കോളനർജിക് ഡ്രഗ്സുകളാണോ അല്ലെങ്കിൽ അനാൽജസിക് ഡ്രഗ് അങ്ങനെ മെഡിക്കൽ കാറ്റഗറി ഏതാന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ബേസ് ആയിട്ട് കൊടുക്കാം. ടാബ്ലറ്റുകളാണോ അല്ലെങ്കിൽ എന്താണ് ക്യാപ്സൂളുകളാണോ അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആണോ, അങ്ങനെയുള്ള മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കാറ്റഗറിയും കൂടെ കൊടുത്തിരിക്കണം. ദെൻ ഡോസ് ഓഫ് സബ്സ്റ്റൻസ് ഓർ ആർട്ടിക്കിൾ മോണോഗ്രാഫ് ആർ പ്രൊവൈഡ് ജസ്റ്റ് ഫോർ ജനറൽ ഗൈഡൻസ്. ജനറൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഡോസ് നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ യൂഷ്വൽ സ്ട്രെങ്ത്. ദ യൂഷ്വൽ സ്ട്രെങ്ത് ഓഫ് പ്രിപ്പറേഷൻ മാർക്കറ്റഡ് പ്രൊവൈഡ് ഫോർ ദ ഇൻഫർമേഷൻസ് ഇൻ ദ ഫാർമസിസ്റ്റ് ആൻഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഫാർമസിസ്റ്റിനും മെഡിക്കൽ പ്രാക്ടീഷണറും അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, യൂഷ്വൽ സ്ട്രെങ്ത് ഓഫ് പ്രിപ്പറേഷൻ ദാറ്റ് ഈസ് മാർക്കറ്റഡും കൂടെ നമുക്ക് കൊടുക്കാം. ആൻഡ് ദെൻ ഡിസ്ക്രിപ്ഷൻ. Description of an article preparation in the individual monograph may help in preliminary evaluation of the integrity of preparation. അപ്പൊ ആ ഒരു പ്രിപ്പറേഷന്റെ പ്രിലിമിനറി ഇവാലുവേഷനിലൂടെ അതിന്റെ ഇന്റഗ്രിറ്റിയെ പറ്റിയിട്ടുള്ള പ്രിലിമിനറി ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് നമുക്ക് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇന്റഗ്രിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആൻഡ് ദെൻ സോലിബിലിറ്റി അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ റേഞ്ച് ആൾസോ പ്രൊവൈഡഡ്. അപ്പോൾ ആ ഒരു ഡിഫറെന്റ് ടെമ്പറേച്ചർ റേഞ്ചുകളിലുള്ള സോലിബിലിറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോണോഗ്രാഫ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിച്ചത്. അപ്പൊ ഓരോ ഡ്രഗിന്റെ മോണോഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ മോണോഗ്രാഫുകൾ ഒന്നും കൂടെ നോക്കാം. ഇപ്പൊ ഇൻഡിവിജ്വൽ മോണോഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ജനറൽ മോണോഗ്രാഫിൽ തന്നിട്ടുള്ള ടെസ്റ്റുകളായിട്ട് കംപ്ലൈ ചെയ്യണം. അങ്ങനെയുള്ള ഡ്രഗ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന ഇൻഡിവിജ്വൽ മോണോഗ്രാഫിലെ ഡ്രഗുകളുടെ ടെസ്റ്റുകളെല്ലാം എന്തായിരിക്കും, ജനറൽ ടെസ്റ്റുകൾ തന്നെ ആയിരിക്കും. ഇന്റർനാഷണൽ നോൺ പ്രൊപ്പറേറ്ററി നയമായിരിക്കും കൊടുക്കുക. കെമിക്കൽ ഫോർമുലകൾ നമ്മൾ കൊടുക്കണം. അതൊരു എന്താണ്, ഡ്രഗിന്റെ മോളിക്കുലർ വെയിറ്റും മോളിക്കുലർ ഫോർമുല അറ്റോമിക് വെയിറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിന്റെ ഒരു ഇൻഡിക്കേഷൻസ് കൊടുക്കുക. അതായത് പ്യുവർ സബ്സ്റ്റൻസ് എങ്ങനെയാണോ അത് പ്രസന്റ് ആയിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ R&S കോൺഫിഗറേഷൻ ആണ്, E&S കോൺഫിഗറേഷൻ കൊടുക്കണം. അറ്റോമിക് വെയിറ്റും മോളിക്കുലർ വെയിറ്റും റൈറ്റ് ഹാൻഡ് സെക്ഷനിലാണ് കൊടുക്കുക. ഡെഫിനിഷൻസ് കൊടുത്തിരിക്കണം ആ ഡ്രഗിനെ പറ്റി. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടന്റുകളെ പറ്റി കൊടുത്തിരിക്കണം. അസേ വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടന്റുകൾ, ലിമിറ്റുകൾ. കാറ്റഗറി ഫാർമസ്യൂട്ടിക്കൽ ബേസിസ് ആവാം, മെഡിക്കൽ ബേസിസ് ആവാം. പിന്നെ എന്താണ് ഡോസ് എന്ന് പറയുന്നത് ജനറൽ ഗൈഡൻസിന് വേണ്ടി കൊടുക്കാം. യൂഷ്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെഡിക്കൽ പ്രാക്ടീഷണറിനും ഫാർമസിസ്റ്റിന്റെ ഒരു നോളജിന് വേണ്ടി യൂഷ്വൽ സ്ട്രെങ്തുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആർട്ടിക്കിൾസ്, അതിന്റെ പ്രിലിമിനറി ഇവാലുവേഷന് വേണ്ടി. ദെൻ സോലബിലിറ്റി ആയിട്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് ഇയറുകൾ നമുക്ക് കാണാതെ പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് മോണോഗ്രാഫുകളുടെ കാര്യങ്ങൾ, ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ, എക്സ്ക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ ക്ലാസ്സുകൾ തുടങ്ങുന്നതേ ഉള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളല്ലേ പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പോഴേ ഇതൊക്കെ പഠിച്ച് നല്ല തറവാക്കി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊന്ന് മറന്നു പോവില്ല. അപ്പൊ ഈ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് പോവരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാംസിന് ഒരുപാട് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉഴപ്പരുത്. പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും നോട്ട്സുകളും നന്നായിട്ട് പഠിച്ച് ഇപ്പോഴേ എന്താണ് അതൊരു അടുക്കും ചിട്ടയോട് കൂടി പഠിച്ച് തന്നെ പോവുക. അപ്പൊ എക്സാംസിന് എല്ലാവർക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.